ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പ്രളയം വന്നു. കള്ളാടിയിൽ ഉരുൾപൊട്ടൽ വന്നു. ഇടവേള വളരെ കൂടുതലല്ല. സാധാരണ ഇടവേള പ്രകൃതിയുടെ താണ്ഡവമാടുന്ന ഇടവേള, ഞാൻ താണ്ഡവം എന്ന് പറഞ്ഞാൽ നല്ല അർത്ഥം, നടരാജ താണ്ഡവം എന്നൊക്കെ പറഞ്ഞാൽ നല്ല സൂപ്പർ സാധനമാണ്. അതല്ലാതെ പ്രകൃതിയെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല കേട്ടോ. പ്രകൃതിയുടെ ഭാഗമായ മനുഷ്യൻ ഒരിക്കലും പ്രകൃതിയെ കുറ്റം പറയാൻ പാടില്ല. അപ്പോൾ സംഹാര താണ്ഡവമാടിയപ്പോൾ 1924 ആടിയ വലിയ സംഹാര താണ്ഡവം ആടിയിട്ടുണ്ട് കേരളത്തിൽ. വലിയ വെള്ളപ്പൊക്കം പ്രളയം വന്നു. അതിനു മുമ്പ് 1342 വന്നത്. പിന്നെ 1967, ഇങ്ങനെ ചരിത്രത്തിൽ കുറച്ചൊക്കെ വന്നിട്ടുണ്ട്, വരൾച്ചയൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ 2018 കൃത്യമായ വലിയ വെള്ളപ്പൊക്കവും പ്രളയവും വന്നു. പിന്നെ ഇങ്ങോട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് പ്രളയമോ വെള്ളപ്പൊക്കമോ വരൾച്ച ഇങ്ങനെ മാറി മാറി ഉരുൾപൊട്ടലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടവേള കുറഞ്ഞു. വളരെ പെട്ടെന്നുള്ള വർഷങ്ങളിൽ വരാൻ തുടങ്ങി. 2018 വലിയ പ്രളയമാണ് വന്നത്. 18, 19, 20 കാലത്തിൽ കോവിഡ് വന്നു. നമുക്ക് കൊറോണയും കോവിഡും പ്രളയവും എല്ലാം കൊണ്ട് വലിയ നടുവടിഞ്ഞ ഒരു സമൂഹമാണ് നമ്മൾ. അപ്പോഴാണ് വളരെ പെട്ടെന്ന് 1.5 ദിവസത്തെ മഴ കൊണ്ട് വീണ്ടും ചിലയിടങ്ങളെങ്കിലും, റാന്നിയും പത്തനംതിട്ടയുടെ ചില ഭാഗങ്ങളും, കോട്ടയത്തെ ചില പാലായും ഈരാറ്റുപേട്ടയും തീക്കോയും, പിന്നെ ആറന്മുള, പത്തനംതിട്ടയിൽ ആറന്മുള, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ വലിയ ദുരിതമായി ജനങ്ങൾ. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വെള്ളം വലിയ ദുരിതത്തിലേക്ക് പോയി. അപ്പോൾ 2 കാലമുണ്ട്. 18 ഒരു കാലം, അതൊരു ഗവൺമെൻറ്റിൻ്റെ കാലം, ഇത് മറ്റൊരു ഗവൺമെൻറ്റിൻ്റെ കാലം. ഈ ഗവൺമെൻറ് വന്നിട്ട് നമുക്ക് ഗവൺമെൻറ് 2 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ കുഞ്ഞ് ജനിച്ച് 2 മാസമേ ആയിട്ടുള്ളൂ. പുതിയ മുഖ്യമന്ത്രിയാണ്, പുതിയ മന്ത്രിമാരാണ്. നേരത്തെ മന്ത്രിയായിരുന്ന കെ മുരളീധരൻ മാത്രമാണ്, ഷിബു ബേബി ജോണും അങ്ങനെ മാത്രമാണ് മന്ത്രിസഭയിൽ പുതിയ ആളുകൾ, പഴയ ആളുകൾ. ബാക്കി മിക്കവാറും എല്ലാ ആളുകളും പുതിയ ആളുകളാണ്. അതിൻ്റെ സ്റ്റാഫൊക്കെ വരുന്നതേ ഉള്ളൂ. ഇനി പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും പല ആളുകളെയും വെക്കേണ്ടതുണ്ട്. അതിൻ്റെ ട്രാൻസ്ഫർ, പോസ്റ്റിംഗ്, ഇതെല്ലാം നടക്കുന്നൊരു പ്രോസസ്സാണ്. എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്ന് വിരുന്നിന് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയമാണ്. മുഖ്യമന്ത്രി ആയാലും മറ്റ് മന്ത്രിമാരായാലും വിരുന്നിന് പോകുന്ന സമയമാണ്. ഈ കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഹണിമൂണിന് പോകുന്നൊരു സമയമാണ്. പക്ഷേ പ്രകൃതിക്ക് ഹണിമൂൺ ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അത് നോക്കാൻ അറിയാത്തതുകൊണ്ട് അത് പെട്ടെന്ന് ഇങ്ങനെ കയറി വന്നു കാര്യങ്ങൾ. അപ്പോൾ വിവാദങ്ങളും നമ്മൾ വരുന്നു. ശരിക്കും നമുക്ക് ഈ വിവാദങ്ങൾ ഒഴിവാക്കാവുന്നതാണ്. ഭരണപക്ഷത്തു നിന്നും വിവാദം വരാൻ പാടില്ല, പ്രതിപക്ഷത്തു നിന്നും വിവാദം വരാൻ പാടില്ല. വിമർശനങ്ങൾ വരും. സിസ്റ്റത്തിനകത്ത് അത് ചെയ്ത് ശരിയായില്ല, ഇത് ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പറയും. പക്ഷേ സിസ്റ്റം കറക്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അങ്ങനെ എടുക്കണം. വിമർശനങ്ങളെ പോസിറ്റീവായി എടുക്കുക. സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യാനാണ്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നമുക്ക് സിസ്റ്റം കറക്റ്റ് ചെയ്തെടുക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടി. അത് നമ്മൾ പ്രയോജനപ്പെടുത്തിയോ എന്നുള്ള ഒരു ഇവാലുവേഷനാണ് നടത്തേണ്ടത്. അല്ലാതെ കുറ്റപ്പെടുത്തൽ വേണ്ട. ഞാൻ 2 പക്ഷത്തോടും പറയുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം കിട്ടിയ സാഹചര്യത്തെ നമ്മൾക്ക്, കാരണം സുനാമി വരുന്നത് വരെ, 2005, 2004 സുനാമി വരുന്നത് വരെ നമുക്കിവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ, സേഫ് സോണായിരുന്നല്ലോ. പിന്നെ 2005 കഴിഞ്ഞാൽ പിന്നെ 2016 നമുക്ക് 15 വർഷം കഴിഞ്ഞിട്ടാണ്, 10 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് പ്രശ്നം വന്നത്, വരൾച്ച വന്നത്. പിന്നെയാണ് ഓഹി ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കഴിഞ്ഞൊരു 10 വർഷക്കാലമായി, ഒരു ദശകമായി കേരളത്തിൽ വരുന്ന ഈ പ്രളയവും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഓഹിയും ഇങ്ങനെ എല്ലാം കൂടി വരുന്നൊരു സമൂഹത്തിൽ നമ്മൾ അതിന് പ്രിപ്പയർഡ് ആയിട്ടുണ്ടോ എന്നൊരു ചോദ്യം വളരെ പ്രധാനമാണ്. നമ്മൾ പ്രിപ്പയർഡ് ആണോ? ഈ ചോദ്യം ചോദിക്കേണ്ടത് പ്രതിപക്ഷവും ചോദിക്കണം, ഭരണപക്ഷവും ചോദിക്കണം, എല്ലാവരും ചോദിക്കണം. നമ്മളെല്ലാവരും കൂടി ചോദിക്കേണ്ട ചോദ്യമാണ്, കേരള സമൂഹം പ്രിപ്പയർഡ് ആണോ? എന്തിനൊക്കെ പ്രിപ്പയർഡ് ആണോ? കാലാവസ്ഥ മുന്നറിയിപ്പ് കൊടുക്കുന്ന പ്രവചനങ്ങൾ നടത്തുന്നതിൽ നമ്മൾ പ്രിപ്പയർഡ് ആണോ? കേന്ദ്ര ഗവൺമെൻറ് ഒക്കെ അതിന് ചിന്തിക്കേണ്ടതാണ്. പ്രവചനം നടത്തുന്നതിൽ നമ്മൾ പ്രിപ്പയർഡ് ആണോ? പ്രവചനം കിട്ടിയാൽ അത് താഴേക്ക് കൊടുക്കുന്നതിൽ നമ്മൾ പ്രിപ്പയർഡ് ആണോ? താഴെ പ്രവചനം കിട്ടിയാൽ അതനുസരിച്ചുള്ള മുൻകരുതൽ എടുക്കുന്നതിൽ നമ്മൾ പ്രിപ്പയർഡ് ആണോ? ദുരന്തങ്ങൾ കുറയ്ക്കാൻ ബി പ്രിപ്പയർഡ് എന്നാണല്ലോ. നമ്മൾ പ്രിപ്പയർഡ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ആ പ്രിപ്പറേഷനിൽ കുറേ പ്രശ്നങ്ങൾ വരും. മന്ത്രി പിന്നെ നേരത്തെ ചൂരൽമല മുണ്ടകൈ ഉരുൾപൊട്ടലുണ്ടായി. പ്രധാനമന്ത്രി വന്നത് എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ്. അങ്ങനെയല്ലേ പറ്റൂ. പ്രോട്ടോക്കോളും ഈ സെക്യൂരിറ്റി എല്ലാം നോക്കിയാലേ പ്രധാനമന്ത്രിക്ക് വരാൻ പറ്റും. മുഖ്യമന്ത്രി പോയിട്ടും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് പോയത്. ഇവിടെ ഈ മുഖ്യമന്ത്രി 2 ദിവസം കഴിഞ്ഞ്, പ്രളയമൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ പോകാവൂ. മന്ത്രിമാരുണ്ട് അവിടെ, അവർ ചെന്ന് കോർഡിനേറ്റ് ചെയ്യുന്നു.
പിന്നെ മുഖ്യമന്ത്രിക്ക് ഒരിടത്ത് മാത്രമായിട്ട് പോകാൻ പറ്റത്തില്ല, പലയിടത്ത് പോകേണ്ടി വരും. പ്രധാനമന്ത്രിക്ക് പലയിടത്ത് പോകേണ്ടി വരും രാജ്യത്തൊക്കെ ആകുമ്പോൾ. അപ്പോൾ അത് മുഖ്യമന്ത്രി വന്നോ വന്നില്ലയോ അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് മുഖ്യമന്ത്രി എങ്ങോട്ട് പോയി, ഭക്ഷണം കഴിച്ചോ, മുഖ്യമന്ത്രി ടൂർ പോയോ, മുഖ്യമന്ത്രി എങ്ങോട്ടാണ് പോയത്, അല്ലെങ്കിൽ മന്ത്രി എങ്ങോട്ടാണ് പോയതെന്നൊക്കെ നോക്കി നമ്മൾ യഥാർത്ഥ വിഷയത്തെ ഡൈല്യൂട്ട് ചെയ്യരുത്. എന്നാൽ ഇതുപോലത്തെ പ്രതിസന്ധി വരുമ്പോൾ പരമാവധി അതുമായി കോപ്പപ്പ് ചെയ്ത് നിൽക്കാൻ ഭരണവ്യവസ്ഥയിലുള്ളവരും പ്രീപ്ലോൺ ചെയ്ത പല പരിപാടികളും മാറ്റിവെക്കുന്ന സ്ഥിതിയുമുണ്ട്. മാറ്റിവെക്കാത്ത അത്യാവശ്യം കാര്യങ്ങൾക്ക് പോകുന്ന സ്ഥിതിയുമുണ്ട്. അതൊക്കെ ഒരു വിവാദവും തർക്കവും ആവാൻ പാടില്ല. ഇപ്പോൾ ഭക്ഷണം കഴിച്ചു വി ഡി സതീശൻ മുഖ്യമന്ത്രി ഭക്ഷണം കഴിച്ചു, ഒരു കാര്യമില്ല. അദ്ദേഹം ഭക്ഷണം കഴിച്ചാൽ എന്താ? ഭക്ഷണം കഴിക്കണ്ടേ? 3 മണിക്കെന്നാ കഴിച്ചു എന്നുള്ളത്, ഭക്ഷണം കഴിക്കണ്ടേ ഒരാളിന്? അതും വിവാദം. നമ്മൾ ഭക്ഷണം കഴിച്ചതെന്തിന്, അവിടെ പോയതെന്തിന്, സുഹൃത്തിൻ്റെ വീട്ടിൽ പോയതെന്തിന്? മുഖ്യമന്ത്രിയല്ലേ, അദ്ദേഹം പോകും, മന്ത്രിമാർ പോകും. പക്ഷേ വിദേശത്ത് ടൂർ പോയോ? ഇല്ല. ഭാര്യ മക്കളുമായിട്ട് കൊടൈക്കനാലിൽ പോയോ, അല്ലെങ്കിൽ ഊട്ടി പോയോ? ഒന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളിൽ നമുക്ക് അനാവശ്യമായ വിവാദങ്ങളുണ്ട്, എന്നാൽ ശ്രദ്ധയും ആവശ്യമുണ്ട്. ഞാൻ രണ്ടും പറയുകയാണ്. നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഭരണവ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം, ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം അവർ പുതിയതാണോ പഴയതാണോ, ആദ്യം മന്ത്രിയാണോ മുഖ്യമന്ത്രിയാണോ നോക്കിയിട്ടൊന്നുമല്ല ആളുകൾ കമൻറ്റ് പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ ആളുകളെ ഇരുന്ന് പൊങ്കാലയിടുന്നത്, ബഹളം ഉണ്ടാക്കുന്നത്. അത് ശരിയോ തെറ്റോ രണ്ടാമത് വേറെ ചർച്ചയാണ്. പക്ഷേ ആളുകൾ പറയുന്നതിൻ്റെ കാരണങ്ങൾ അവർ പലതും പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഒരു ദുഃഖമുണ്ടായി, ഒരു അപകടമുണ്ടായി, എല്ലാവരും സൈലൻ്റായി നിൽക്കുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ മരണ വീട്ടിൽ വന്ന് ആരെങ്കിലും വാടന്ന് തുറന്ന് സംസാരിച്ചിട്ട് മിണ്ടാരിടാ, ഇത് മരണ വീടാണെന്ന് പറയും. അപ്പോൾ മരണ വീട്ടിൽ സൈലൻ്റ് ആയിരിക്കണം, അപകടം നടക്കുമ്പോൾ എങ്ങും പോകാൻ പാടില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഒരു പ്രോട്ടോക്കോൾ, ഒരു സോഷ്യൽ പ്രോട്ടോക്കോളുണ്ട്, സൊസൈറ്റിയൽ പ്രോട്ടോക്കോളാണ്. അതിലൊക്കെയാണ് തർക്കങ്ങൾ വരുന്നത്. ആവശ്യമില്ലാത്ത തർക്കമാണ്, അനാവശ്യ തർക്കങ്ങളാണ്. കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനം. ബന്ധപ്പെട്ട ആളുകൾ വരുന്നുണ്ടോ എന്നുള്ളത് പ്രധാനമാണ്. ഓരോ ലെവലിലുള്ളവരായിരിക്കും വരുന്നത്. ആദ്യം കളക്ടർ വരിക, പിന്നെ MLA വരിക, മന്ത്രി വരിക, പിന്നെ മുഖ്യമന്ത്രി വരിക, പിന്നെ ഇങ്ങനെ ഒരു ഹൈറാർക്കിയൊക്കെ ഉണ്ട്. അത് ഒന്നുമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലാതെ എല്ലായിടത്തും എല്ലാവരും ഓടി അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് അങ്ങനെ ചെയ്യുന്നൊരു പണിയല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഒരു വിവാദവും ഉണ്ടാകാതെ കഴിഞ്ഞകാല പ്രളയത്തിൻ്റെയും ഉരുൾപൊട്ടലിൻ്റെയും കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങൾ സംസ്ഥാന അടിസ്ഥാനം മുതൽ വാർഡ് അടിസ്ഥാനം വരെ നമ്മൾ എന്തു മാറ്റം വരുത്തണമെന്നുള്ള വളരെ കൃത്യമായ ചർച്ചയാണ് ഇന്ന് നടക്കേണ്ടത്. ആ ചർച്ച നടക്കാതെ ബാക്കി വിവാദവും തർക്കങ്ങൾ നടന്നാൽ ആ ചർച്ച നടക്കാതെ പോകും. ആ ചർച്ചയ്ക്കാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്. ബാക്കിയൊക്കെ വന്നോട്ടെ. ഇപ്പോൾ ചാനലുകളും പത്രങ്ങളും ഒക്കെ വാർത്തയ്ക്ക് വേണ്ടിയും റീച്ചിന് വേണ്ടിയും റീൽസിന് വേണ്ടിയിട്ടൊക്കെ പല വാർത്തകളും ഇടും. അത് ഇടട്ടെ. അത് അതിൻ്റെ ഒരു സ്പിരിറ്റിലെടുത്ത്, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എല്ലാവരും എടുത്താൽ മതി. ആരെയും കുറ്റപ്പെടുത്തുന്നതായിട്ട് എടുക്കേണ്ട. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റാണ്. ഒരു ചാനലിനെ സംബന്ധിച്ച് വാർത്ത ഇട്ടാൽ അവർക്ക് റീച്ച് കിട്ടുമെങ്കിൽ ഏത് വാർത്തയും കൊടുക്കും. ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുകയും യഥാർത്ഥ കളി നമ്മൾ മാറിക്കളിക്കുകയും ചെയ്തില്ലെങ്കിൽ ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമുക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലത്തെ അവസരങ്ങളിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാവരും ഒന്നിച്ചു നിന്ന് പരസ്പരം കുറ്റപ്പെടുത്താതെ കഴിഞ്ഞ കാലങ്ങളിൽ എന്ത് ചെയ്തു, ഇനി വരുന്നവരെന്ത് ചെയ്തു, എന്നൊന്നും ഭാവിയിൽ എന്ത് ചെയ്യും എന്നൊക്കെ ചർച്ച ചെയ്ത് നമ്മൾ സമയം കളയാതെ കൃത്യമായി നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ വളരെ കൃത്യം 1, 2, 3 എന്ന് എണ്ണയിട്ടതുപോലെ യന്ത്രം പോലെ ചെയ്യുക എന്നുള്ളതാണ് ഈ കാലത്തിൻ്റെ ഒരു ആവശ്യം.